ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തലേ ദിവസം അരിയും ഉഴുന്നും അരച്ച് വെക്കാൻ മറന്നു പോയാൽ രാവിലെ ഇനി എന്തുണ്ടാക്കും എന്നോർത്ത് ടെൻഷൻ അടിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള, കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പലഹാരമാണിത്. അതുമല്ല ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂട്ടെ. എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഈ പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് 2 കോഴിമുട്ടയാണ്. ഇതൊരു മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 250 ml കപ്പിൽ 2 കപ്പ് മൈദപ്പൊടിയാണ്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കി എടുക്കാം കേട്ടോ. പക്ഷെ ടേസ്റ്റ് കൂടുതൽ മൈദപ്പൊടിയിൽ തയ്യാറാക്കി എടുക്കുമ്പോഴാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഈസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കോഴിമുട്ടയും ഈസ്റ്റും ഈ പൊടിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈസ്റ്റ് പെട്ടെന്ന് ആക്റ്റീവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നിച്ചൊഴിച്ച് കൊടുക്കാതെ ഇതുപോലെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പാലിന് പകരം ഇതിലേക്ക് ഇളം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റും ഉണ്ടാവും, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഞാനിതിലേക്ക് 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ലൂസാക്കി എടുക്കരുത് കേട്ടോ. നമുക്കിത് കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് കിട്ടേണ്ടത്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇരിക്കേണ്ടത്. ഇപ്പം നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമുക്കിതിലേക്കൊരു ചട്നിയോ സാമ്പാറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടൈം വരെ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും ഈ മാവ് നല്ലതുപോലെ പൊങ്ങിക്കിട്ടും. അപ്പം ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുകയാണ്. ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയൊരു കഷ്ണം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും ചെറിയൊരു പീസ് ഇഞ്ചിയും 1 പച്ചമുളകും ചെറുതായി ചോപ്പ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്പ്രിംഗ് ഒനിയൻ നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കാം കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബൗളുകളിലാക്കിയിട്ടോ അല്ലെങ്കിൽ ഗ്ലാസ്സിലാക്കിയിട്ടൊക്കെ സ്റ്റീം ചെയ്തെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിതിപ്പോൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിനായിട്ട് ഞാനൊരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ പലഹാരത്തിന് നല്ലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തവിയിൽ ഒഴിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ തവി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് മാവ് ഈ തവിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ തവി ഇതുപോലെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ മാവ് പെട്ടെന്ന് തന്നെ ഈ തവിയിൽ നിന്നും ഇളകി കിട്ടും. ഇതുപോലെ മാവ് തവിയിൽ നിന്നും പെട്ടെന്ന് ഇളകി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തവിയൊന്ന് ചൂടാക്കി എടുത്തിട്ട് മാവ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലേ നമുക്ക് ഈ മാവ് പെട്ടെന്ന് തന്നെ തവിയിൽ നിന്നും ഇളകി കിട്ടുള്ളൂ. കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം കരിഞ്ഞു പോകും ചെയ്യും, ഉൾഭാഗം വെന്ത് കിട്ടൂല്ല. ഇത് ബണ്ണ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ്. ഇത് ഒരുപാട് ബ്രൗൺ കളർ ആവാനൊന്നും കാത്തു നിൽക്കേണ്ട കേട്ടോ. അത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. കണ്ടോ, നമ്മുടെ പലഹാരം നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളറാക്കൊന്നും വേണ്ട കേട്ടോ. ഇതുപോലെ ഗോൾഡൻ കളറായി വന്നാൽ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾ എന്നും ദോശ ഇഡ്ഡലിയൊക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഒരുപാട് ഇഷ്ടമാവും. ഇത് നമുക്ക് കുട്ടികളുടെ ടിഫിനിലും കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു പലഹാരമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഇത് ബണ്ണ് പോലെ നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കിയെടുക്കാനും എളുപ്പമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്.
അപ്പോൾ ഞാനിത് മുഴുവനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്തെടുത്തു എന്ന് വിചാരിച്ചിട്ട് ഇതധികം ഓയിലൊന്നും കുടിക്കുന്നില്ല കേട്ടോ. ഇനി നിങ്ങൾക്കിത് ഓയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലാക്കിയിട്ടോ ഗ്ലാസ്സിലൊക്കെ ആക്കിയിട്ട് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്